ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്നവരാണോ? നിങ്ങളുടെ ബിസിനസ് മുഴുവൻ ബ്രാൻഡ് വെബ്സൈറ്റിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ഫ്രീ ആയിട്ട്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷോപ്പ് സെറ്റേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് തന്നെ ആയിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ കൂടുതലും പോത്തോസാണ്. പോത്തോസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേരാണ് മില്ലിനിയം ഹർട്സ്. ഡിസ്ചീഡിയ റൂസിഫോലിയ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇത് ശരിക്കും ചെറിയ ചെറിയ ഇലകളോട് കൂടി നല്ല ഹാർഡ് ഷേപ്പിലാണ് ഓരോ ഇലകളും കാണുന്നത്. ഇത് വളരെ ബുഷി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റെമ്മിലും നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് കട്ട് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഏത് നഴ്സറിയിലാണ് വന്നിരിക്കുന്നതെന്ന്. എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ള Vault.pai നഴ്സറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും വന്നത് കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. Vault.paiയിൽ തന്നെ ഇപ്പം പുതിയൊരു ഫാം ഹൗസും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ പ്ലാന്റ്സിൻ്റെ വിലയും ഇപ്പം പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ ഇവർ പുറത്തു നിന്നും പൂനെയിൽ നിന്നും ഒക്കെ പ്ലാന്റ്സ് കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഹയർ റേറ്റിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം മദർ പ്ലാന്റ്സിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണ് പ്ലാന്റ്സ്. അപ്പം വളരെ ചീപ്പായിട്ട് തന്നെ പ്ലാന്റ്സ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മില്ലിനിയം ഹേർട്സ് ആണെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സെക്കൻഡ് ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ഡിസ്ചീഡിയയുടെ ഒയാന്തയാണ്. ഇത് ശരിക്കും ഇതിൻ്റെ വേരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലീവ്സിൻ്റെ അറ്റത്ത് ഒരു വൈറ്റ് കളറിൽ ചെറിയൊരു ലൈൻ പോലെ കാണാൻ സാധിക്കും. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ആണെങ്കിലും സെയിം രണ്ട് പ്ലാന്റ്സിനും ഒരേപോലെ തന്നെയാണ്. വാട്ടറിങ് നന്നായിട്ട് ചെയ്യുകയും വേണം, പക്ഷേ വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ പാടില്ല. നമ്മൾ ഓർക്കിഡിന് എങ്ങനെയാണോ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണ്. മണ്ണില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് വളർത്തിയെടുക്കാം എന്നതാണ് പ്രത്യേകത. കുറച്ച് കരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട് കഷ്ണം അല്ലെങ്കിൽ മരത്തടി എവിടെ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ തൊണ്ടുണ്ടെങ്കിൽ തൊണ്ടിൻ്റെ അകത്ത് വരെയും നമുക്ക് നല്ലപോലെ ഹാങ് ചെയ്ത് ഇടാൻ പാകത്തിനുള്ള പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് സോയിലാണ് വളർത്തിയെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ സാധാരണ വെക്കുന്ന തടി കഷ്ണത്തിൽ വേണമെങ്കിലും നമുക്കിത് വെച്ച് പിടിപ്പിക്കാം. പക്ഷേ കുറച്ചും കൂടെ ഗ്രോത്ത് കാണുന്നത് സോയിലിൽ വെക്കുമ്പോഴാണ്. ഈ ഒരു പ്ലാന്റിൽ ചെറിയ ചെറിയ വൈറ്റ് കളറിലെ പൂക്കൾ കാണാൻ സാധിക്കും. എനിക്ക് മൂന്നാമത് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റാണ് ഹോയ. അതിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഹാങ്ങിങ് പ്ലാന്റ്സിൽ വെച്ച് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ഒരു വെൽവെറ്റിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് തോന്നും, നല്ല ഗ്ലേസിങ് ആയിട്ടുള്ളത്. ഹോയ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഹോയ കർണോസ വേരിഗേറ്റഡ് ആയിട്ടുള്ളതുമുണ്ട്. കർണോസ റുബ്രയുണ്ട്, ഹോയയുടെ തന്നെ ഉപവറ്റയുണ്ട്, കേസി ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസിലുള്ള നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് നമുക്ക് സാധാരണ മണ്ണിൽ വെച്ചാൽ പോലും നല്ലതായിട്ട് വളർന്നു വരുന്ന കാണാം. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഇതിന്
നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ പെർലൈറ്റ്, ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, എല്ലിപ്പൊടി അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും സാധാരണ മണ്ണിൽ പോലും വളരെ നന്നായിട്ട് വളർന്നു വരുന്ന കാണാൻ സാധിക്കും. ഒരിക്കൽ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിച്ച് പൂക്കൾ ഉണ്ടാവുന്നതാണ്. അതും നമ്മുടെ ഓർക്കിഡ് പോലെ വളരെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പൂക്കൾ. പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല. കുറച്ചേറെ കാലം അത് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു പ്ലാന്റ് ഡെയിലി വാട്ടറിങ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരു ദിവസം ഒഴിച്ചില്ല എന്ന് വിചാരിച്ച് ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയും കൂടിയാണ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മണി പ്ലാന്റ്സ് അല്ലെങ്കിൽ പോത്തോസ്. ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് മാർബിൾ ക്യൂൻ പോത്തോസ്. ഇതിൻ്റെ അകത്ത് ലീവ്സിലൊക്കെ കുറേ വേരിഗേഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് മഞ്ജുള പോത്തോസ് ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോത്തോസ് വെറൈറ്റിയിലുള്ളത്. അതുപോലെ തന്നെ പല വെറൈറ്റീസിലുള്ള പോത്തോസ് നമുക്ക് കാണാൻ സാധിക്കും. സാറ്റിൻ പോത്തോസ് ഉണ്ട്, പേൾസ് ആൻഡ് ജെയ്ഡ് ഉണ്ട്, എൻജോയ് പോത്തോസ് ഉണ്ട്, മഞ്ജുള പോത്തോസ്, നിയോൺ പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരുപാട് പോത്തോസാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും എൻ്റെ ചാനലിൽ തന്നെ പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റ്സ് എവിടെ കിട്ടും എന്നുള്ളത്. അപ്പം ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം. കൊറിയർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പോത്തോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെമ്മിലും ഓരോ ഹാങ്ങിങ് ആയിട്ട് വരുന്ന സ്റ്റെമ്മിലും വന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ നോട്ട്സ് ഉണ്ട്. നോട്ടിൽ കൂടെ തന്നെയാണ് നമുക്ക് റൂട്ട്സ് നന്നായിട്ട് വളർന്നു വരുന്ന കാണാം. അപ്പം ആ റൂട്ട്സിൻ്റെ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മണി പ്ലാന്റ്സ് എങ്ങനെ പരിപാലിക്കണം എന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പലപ്പോഴും മണി പ്ലാന്റ്സ് നമ്മൾ നഴ്സറിയിൽ ചെല്ലുമ്പോൾ നല്ല ബുഷി ആയിട്ടിരിക്കുന്ന കാണാം. അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സീക്രട്ട് ടിപ്പ് എന്ന് പറയുന്നത് മണി പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് 5 to 6 സ്റ്റെംസ് എങ്കിലും ഒരു പോട്ടിൽ വെക്കുക. അതിന് ചുറ്റുമായിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പം വേറെ ചെടികൾ പൊട്ടിമുളച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ തന്നെ. ഈ കാണുന്ന പ്ലാന്റ് നിയോൺ പോത്തോസ് ലെമൺ യെല്ലോ കളറിലാണ് കാണുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കളർഫുള്ളായിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ വെക്കേണ്ട ഒരു പ്ലാന്റാണ്. ഇനി അടുത്ത് കാണുന്നത് സിൽവർ സാറ്റിൻ പോത്തോസ് ആണ്. പേര് പോലെ തന്നെ ലീവ്സിൻ്റെ അകത്ത് സിൽവർ കളറിലെ ലൈൻസും ഡോട്ടും ഒക്കെയാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഗോൾഡൻ പോത്തോസ് നമുക്കറിയാം, സാധാരണ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആദ്യമായിട്ട് ചെടികൾ വാങ്ങിച്ചു വെക്കുന്നത് ഗോൾഡൻ പോത്തോസാണ്. അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോണിൻ്റെ ഹാർട്ട് ലീഫായിട്ടുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ലീഫാണ് ഫിലോഡെൻഡ്രോണിന് വരുന്നത്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ലോക്ക്ഡൗണിന് ശേഷം പ്ലാന്റ്സിനൊക്കെ വളരെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനും ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം പ്ലാന്റ്സ് എല്ലാവർക്കും വാങ്ങിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായും ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ സാധിക്കും. എനിക്കിനി ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടെയുണ്ട്, പെഡിലാന്തസ് വേരിഗേറ്റഡ് കേർലി. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ചുരുണ്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റാണ്. അത് ഹാങ്ങിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ വേരിഗേഷൻസ് ഒക്കെ കാണാൻ സാധിക്കും ലീഫിൽ. നല്ല ലീഫൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല ഒരു കട്ടിയുള്ള ഒരു ലീഫാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക, ഇതിന് അധികം വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ഈ പ്ലാന്റ് ചീത്തയായി പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ
ഇതിൻ്റെ അകത്ത് പിങ്ക് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ ഇവർ ചെയ്തിരിക്കുന്ന 2-3 സ്റ്റെമ്മ് പ്ലാന്റ് നട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ബുഷി ആയിട്ട് തോന്നിക്കുന്നതും. ഇത് സ്റ്റെം പ്രൊപ്പഗേഷൻ തന്നെയാണ്, പക്ഷേ നമ്മൾ ഒടിച്ചു കുത്തി നടുന്ന സമയത്ത് എല്ലാം പിടിച്ചു കിട്ടണം എന്നില്ല. വളരെ സൂക്ഷ്മതയോടെ വളർത്തിയാലേ ഈ ഒരു പ്ലാന്റ് നിലനിൽക്കിയതും. ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസിലുള്ളതുണ്ട്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രസീൽ വെറൈറ്റിയിലുള്ളത്. അത് ഡാർക്ക് ഗ്രീനിൻ്റെ അകത്ത് ലൈറ്റ് ഗ്രീൻ വെരിഗൻറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ എമറാൾഡ്, റെഡ് എമറാൾഡ്, അങ്ങനെ പല വെറൈറ്റീസിലുള്ളതുണ്ട്. ഇതിപ്പം മോസ്റ്റിക്കിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് റൂമിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഒരുപാട് ഗ്രോത്ത് വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവർക്ക് കട്ട് ചെയ്ത് നിർത്താം. നമുക്ക് ആ മോസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പം ഇങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ കാണും. ചിലർക്ക് നന്നായിട്ട് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയിട്ടിടാം, അല്ലെങ്കിൽ മോസ്റ്റിക്ക് ഒന്ന് മാറ്റി വേറൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കെടുക്കാം. ഇതെല്ലാം തന്നെ ഈ നഴ്സറിയിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട്.